ഭയങ്കര സന്തോഷമുണ്ട്, ഇമോഷണലാണ്. എന്ന് വെച്ചാൽ 13 വർഷമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സിനിമയാണല്ലോ. അപ്പം അതിൻ്റെ ആ ക്യാരക്ടറിനോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ മോളായിട്ടല്ലേ അഭിനയിക്കണേ, മീന ചേച്ചിയുടെ മോളായിട്ടല്ലേ അഭിനയിക്കുന്നത്. ഞാൻ ട്രാവൽ ചെയ്യാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ശബ്ദം ഇങ്ങനെ ഇടറിപ്പോണത്. ഞാൻ ചെന്നൈൻ്റെ ഒരു ഷൂട്ടിലാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഇന്ന് സിനിമ കാണാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതിന് ഭയങ്കര സങ്കടമുണ്ട്. ഞാൻ ഇന്ന് എല്ലാവരുടെയും കൂടെ, എൻ്റെ വീട്ടുകാരുടെയൊക്കെ കൂടെ ഒരുമിച്ചിരുന്ന് സിനിമ കാണണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഷൂട്ടിൻ്റെ ഡേറ്റ് ഇവിടെ ഓൾറെഡി ആദ്യമേ തന്നതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് എനിക്ക് പടം കാണാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതിൻ്റെ ഒരു സങ്കടമുണ്ട്. ചെയ്യാനല്ലേ, എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പടം കണ്ടിട്ട് എല്ലാവരുടെയും ഒപ്പീനിയനൊക്കെ അറിയിക്കണം. എനിക്കറിയാം മലയാളികളെല്ലാവരും ഭയങ്കരമായിട്ട് ക്യൂരിയോസിറ്റിയോടെ കാത്തിരിക്കുന്നൊരു സിനിമയാണ് ദൃശ്യം. അപ്പം അതിൻ്റെ ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ തന്നെ എന്താണെന്നുള്ളത് എല്ലാവരും പറയും. ഒറ്റ കാര്യം എല്ലാവരോടും പറയാനുള്ളൂ, ആരും സ്പോയിലേഴ്സ് മിണ്ടരുത്. കാരണം ഈ സിനിമ അത്രത്തോളം മലയാളികൾ നെഞ്ചിലേറ്റിയൊരു സിനിമയാണ്. അപ്പം അതുകൊണ്ട് സിനിമ കണ്ടിട്ട് എക്സൈറ്റ്മെൻറ്റിൻ്റെ പേരിൽ അതിങ്ങനെയാണ് അങ്ങനെയാണെന്നൊന്നും ആരും പറയരുത്, ദയവേത് പറയരുത്. കാരണം അത് ബാക്കിയുള്ള ഓഡിയൻസിന് ഭയങ്കര വിഷമമാകും. കാരണം അവരും അത് ഫസ്റ്റ് ടൈം അവർക്ക് സ്വന്തമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ആരും പറയരുത്, അവർക്കും വിഷമാവും നമുക്കും വിഷമാവും. അതുണ്ടാവരുത്, അതുണ്ടാവില്ല എന്ന് എനിക്കറിയാം. കാരണം എല്ലാവരും ഈ സിനിമയെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലൊരു ഫാമിലിയാണ് ജോർജ് കുട്ടി ഫാമിലി അല്ലേ, അങ്ങനെയാണ് എല്ലാവരുടെ മനസ്സിലുള്ളത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യില്ലെന്ന് വിചാരിക്കണം. ഞാനിപ്പോൾ ചെന്നൈയിൽ കോമഡി കുക്സിൻ്റെ ഷൂട്ടിലാണ്. ഞാൻ ഹോട്ട്സ്റ്റാറിൽ കോമഡി കുക്സ് ചെയ്യുന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ജിയോ ഹോട്ട്സ്റ്റാറിലെ ഷോയാണ് കോമഡി കുക്സ്. ലൈറ്റ് ഇങ്ങനെ പോകുന്നുണ്ട്. ജിയോ ഹോട്ട്സ്റ്റാറിലെ ഷോയാണ് കോമഡി കുക്സ്. അപ്പോൾ അതിൻ്റെ ഷൂട്ടാണ്. ഓൾറെഡി ഈ ഡേറ്റ് നമുക്ക് തന്നതാണ്, ഒന്നും മാറ്റാൻ പറ്റൂല. ഇത്രയും പേര് വരുന്നല്ലേ, എനിക്ക് മാറാനും പറ്റാത്തൊരവസ്ഥയുണ്ട്. അതാണ്. എന്തായാലും ഷൂട്ടും നന്നായിട്ട് പോകണം, നമ്മുടെ ജോലിയാണല്ലോ ഷൂട്ട്. അപ്പോൾ ഷൂട്ടും അടിപൊളിയായിട്ട് പോകണം. സിനിമ എന്തായാലും അടിപൊളിയാവും എന്നെനിക്കറിയാം. എന്നാലും ഇന്ന് എല്ലാവരുടെയും കൂടെ ഫസ്റ്റ് ഷോ കാണണമെന്നുണ്ടായിരുന്നു, നടന്നില്ല. എന്ത് ചെയ്യാനാ, ആരൊക്കെയോ വേവ് ചെയ്യുന്നുണ്ട്. ഞാനിതിപ്പം എന്താ സഡനായിട്ട് വന്നിട്ടുള്ളൊരു ലൈവാണ്. ഞാൻ ആരെയും അറിയിച്ചിട്ടൊന്നുമില്ല. എന്നിട്ട് ഇത്രയും പേര് വന്നു, അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കുറേ പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. അൻസി, റിയാസ്, അനിൽ ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അൻസിബ ലാലേട്ടനോട് എൻ്റെ ബർത്ത്ഡേ വിഷസ് അറിയിക്കണം എന്നൊരാൾ പറഞ്ഞിട്ട് പേര് വായിക്കുന്നതിൻ്റെ മുന്നേ സാധനം പോയേട്ടാ. അദിനാൻ, ഐ വിൽ ഡെഫിനറ്റ്ലി സീ യു. താങ്ക് യു അദിനാൻ. അഫ്സാന ജോയിൻഡ്. അപ്പുക്കുട്ട ഹായ്. അപ്പൂസേ, ഒത്തിരി പേര് വേവ് ചെയ്യുന്നുണ്ട്. ഹായ് ഹായ് എല്ലാവർക്കും ഹായ് 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 എല്ലാവർക്കും കേട്ടോ. തിരിച്ചും എൻ്റെ വേവി. കണ്ടോ, ഞാൻ ഷൂട്ടിംഗ് സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെന്നൈയുടെ സ്റ്റുഡിയോയിലാണ് കേട്ടോ ഇതിൻ്റെ ഷൂട്ട്. ഇൻ തിയേറ്റർ സ്റ്റാർട്ടിങ് ഇൻ 30 minutes. തിയേറ്ററിൽ ഇരുന്നിട്ടൊക്കെ ആളുകൾ കമൻ്റ് ഇടുന്നുണ്ട് കേട്ടോ ഇതിൽ വന്നിട്ട്. സോ ഹാപ്പി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൃശ്യം 1 കഴിഞ്ഞിട്ട് ഇപ്പം 13ാമത്തെ വർഷം. ദൃശ്യം 1 2013 ഡിസംബറിലാണ് റിലീസായത്. അപ്പോൾ ഈ ഡിസംബറിൽ ശരിക്കും 13 വർഷം കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് 13ാമത്തെ വർഷമാണ്. ദൃശ്യം 1 കഴിഞ്ഞിട്ട് ദൃശ്യം 2 OTT റിലീസായിരുന്നല്ലോ, എല്ലാവർക്കും അറിയാം. കോവിഡ് ആയതുകൊണ്ട്
നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ റീസെൻ്റ്ലി ഇപ്പോൾ ദൃശ്യം 2 തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ അത് ഫസ്റ്റ് റിലീസായിട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ നമുക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദൃശ്യം 1 കഴിഞ്ഞ് 13ാമത്തെ വർഷമാണ് ബിഗ് സ്ക്രീനിൽ ഞങ്ങൾ ജോർജ് കുട്ടിയും റാണിയും അഞ്ജുവും അനുവും ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നത്. 13 വർഷം കഴിഞ്ഞിട്ടാണ് ബിഗ് സ്ക്രീനിൽ വരുന്നത്. അല്ല, 13ാമത്തെ വർഷം. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് നല്ലോണം ഉണ്ട്. അജേഷ് ഒരു വിഷ്ത. ഹായ് അജേഷ്. ഹായ് ഹായ്. മഹി 8 മണിക്ക് ബുക്ക് ചെയ്ത് ടിക്കറ്റ്. കുറെ പേര് ഫസ്റ്റ് ഷോയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നലെ ന്യൂസ് കണ്ടു, കോഴിക്കോടൊക്കെ എല്ലാ തിയേറ്ററിലും ഫുൾ ടിക്കറ്റ് സോൾഡ് ഔട്ടാണ്. അതൊക്കെ കേൾക്കുമ്പം ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാനും കൂടെ പാർട്ടായിട്ടുള്ള ഒരു മൂവി ആണ് അങ്ങനെ സോൾഡ് ഔട്ട് ആയത്. കംപ്ലീറ്റ് ടിക്കറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ദൈവത്തിനോട് ഒരുപാട് നന്ദി. അനസ് ഒരു ടിക്കറ്റ് കിട്ടുമോ ദൃശ്യത്തിന്റെ? ഫുൾ ടിക്കറ്റ് ഇന്നത്തെ ഫുൾ സോൾഡ് ഔട്ട് ആയിരിക്കും. അപ്പോൾ ഞാൻ എങ്ങനെ ടിക്കറ്റ് വരാനാ? ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ എത്തി, എൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി. അങ്ങോട്ട് പോവാണ്. കണ്ടോ ഒത്തിരി കാരവാൻസ് ഒക്കെ നിർത്തിയിട്ടത്. അങ്ങനെ ഞാനാണ് ആദ്യം എത്തിയെന്ന് തോന്നുന്നു. താങ്ക് യു. ഇതാണ് കേട്ടോ ലൊക്കേഷൻ. ഇതാ ഓൺ പണത്. അപ്പൊ ഇതെടുക്കലല്ലേ? താങ്ക് യു. കാരവാൻ്റെ ലൈറ്റ് ഓൺ ചെയ്യാൻ ഒരു ജനറേറ്റർ ഓൺ ചെയ്തിട്ടില്ല തോന്നുന്നു. ഇല്ല, ജനറേറ്റർ ഓൺ ചെയ്യാൻ പോയിട്ടുണ്ട്. രേവുട്ടൻ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആദ്യം വേറെ ദിസ് പ്ലേസ്. ഇത് ചെന്നൈയാണ്. ചെന്നൈയിൽ EVP ഫിലിം സിറ്റി. അപർണാനു ബാക്കിയുള്ളവരെ കാണിക്കാൻ വന്നു. ബാക്കിയുള്ള ആരും എത്തിയിട്ടില്ല. ആദ്യം ഞാൻ എത്തിയത്. ഉണ്ണിയേട്ടൻ ഫസ്റ്റ്. നന്ദകുമാർ ജോയിൻറ്റ്, ആൻ്റണി റോജിൻ ജോയിൻറ്റ്, സുധി വേവ് ചെയ്യുന്നുണ്ട്. ഹായ് സുധി. KB എന്താ പരിപാടിയെന്ന്. KB ഞാനിവിടെ ഹോട്ട്സ്റ്റാറിൻ്റെ കോമഡി കുക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഷൂട്ടിന് വന്നിരിക്കുകയാണ്. താങ്ക് യു കുറേ പേര് ഓൾ ദി ബെസ്റ്റ് പറയുന്നുണ്ട്. അപർണ ഏഷ്യാനെറ്റ് ഷൂട്ടാണ്. അതെ, ഏഷ്യാനെറ്റിൻ്റെ ഷൂട്ടാണ്. സോഫി ഫാറൂഖ്, ഹൈ ഡിയർ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ആശിഷ് പോൾ, നല്ല വിശേഷം. എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും എപ്പോഴും നല്ല വിശേഷങ്ങൾ മാത്രം ഉണ്ടാവട്ടെ. കുറേ പേര് മെസ്സേജ് അയക്കുന്നിട്ട് ഒരാൾ മഹി അയച്ചിട്ടുണ്ട്. അപ്പോൾ മൂവി കണ്ടിട്ട് പറയാം ബൈ ബൈ എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. 7:38 8 മണിക്ക് ഫസ്റ്റ് ഷോ ആണല്ലോ. സോ എക്സൈറ്റഡ്, ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. എന്തായാലും ഭയങ്കര ഹിറ്റാവും പടം. സോ ഹാപ്പി. കാണാൻ പറ്റാത്തതിലൊരു വിഷമം ഇപ്പുറത്തെ സൈഡിലുണ്ട്.